निसारे निसरे मेरे सा കാരുണ്യം ഭജേ പരമകാരുണ്യം ഭജേ ശ്രീയേശുദേവം ഭജേ ശ്രീക്രിസ്തുദേവം ഭജേ ദിവ്യകാരുണ്യം ഭജേ പരമകാരുണ്യം ഭജേ യേശുദേവം ഭജേ ശ്രീക്രിസ്തുദേവം ഭജേ നാഥൻ ഭജേ ആത്മം ഭജേ ത്രിത്വൈകദേവം ഭജേ നാഥൻ ഭജേ ആത്മം ഭജേ ത്രിത്വൈകദേവം ഭജേ ലോകൈകനാഥ കോടി പ്രണാമം ജീവന്റെ നാഥ കോടി പ്രണാമം ലോകൈകനാഥ കോടി പ്രണാമം ജീവന്റെ നാഥ കോടി പ്രണാമം നാഥൻ ഭജേ ആത്മം ഭജേ ത്രിത്വൈകദേവം ഭജേ നാഥൻ ഭജേ ആത്മം ഭജേ ത്രിത്വൈകദേവം ഭജേ ദിവ്യകാരുണ്യം ഭജേ പരമകാരുണ്യം ഭജേ ശ്രീയേശുദേവം ഭജേ ശ്രീക്രിസ്തുദേവം ഭജേ ദിവ്യകാരുണ്യം ഭജേ പരമകാരുണ്യം ഭജേ യേശുദേവം ഭജേ ശ്രീക്രിസ്തുദേവം ഭജേ നാഥൻ ഭജേ ആത്മം ഭജേ ത്രിത്വൈകദേവം ഭജേ നാഥൻ ഭജേ ആത്മം ഭജേ ത്രിത്വൈകദേവം ഭജേ ലോകൈകനാഥ കോടി പ്രണാമം ജീവന്റെ നാഥ കോടി പ്രണാമം ലോകൈകനാഥ കോടി പ്രണാമം ജീവന്റെ നാഥ കോടി പ്രണാമം നാഥൻ ഭജേ ആത്മം ഭജേ ത്രിത്വൈകദേവം ഭജേ നാഥൻ ഭജേ ആത്മം ഭജേ
തൃത്വൈകദേവം ഭജേ. ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ സീസൺ 2 പുതിയൊരു എപ്പിസോഡിൽ വളരെ സുന്ദരമായൊരു ഗാനം കേട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ജോസഫ് തട്ടാരശ്ശേരി, വരാപ്പുഴ അതിരൂപതയുടെ അഭിമാനമായിട്ടുള്ള ഗാനഗോകുലം. സുഖമായിരിക്കുന്നല്ലേ അച്ഛാ? സുഖമായിട്ടിരിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പം എവിടെയാണ് അച്ഛാ? ഇപ്പം ഞാൻ വരാപ്പുഴ അതിരൂപതയിലെ കാക്കനാട് സെൻറ് മൈക്കിൾസ് ഇടവക വികാരിയാണ്. ഇപ്പം അവിടെ ഇപ്പം എത്ര വർഷമായി? അവിടെ 1 വർഷമാണ്. 1 വർഷം. പുതിയ പള്ളിയൊക്കെ പണിത് അതെ, അതിനുശേഷം അല്ലേ? വീടച്ഛൻ്റെ അപ്പോൾ വീട് വരാപ്പുഴ ദേവസ്വം പാടം എന്ന് പറയും, അവിടെയാണല്ലേ? അവിടെ. പിന്നെ അച്ഛാ, പാട്ടിലേക്കുള്ള വഴികളൊക്കെ എങ്ങനെയായിരുന്നു അച്ഛാ? ഞങ്ങളുടെ വീട്ടിലൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് പ്രാർത്ഥന തുടങ്ങുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുക. കുടുംബ പ്രാർത്ഥന. പെങ്ങന്മാരും ഞാനും ചേട്ടന്മാരും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ മാതാവിൻ്റെ പാട്ടുകൾ, അങ്ങനെ മറ്റു പല പാട്ടുകളൊക്കെ പാടി. അങ്ങനെ പ്രാർത്ഥന സമയത്ത് ഞങ്ങൾക്കൊരു പഴയ ഹാർമോണിയം. അല്ല, അത് ഈ കുടുംബ പ്രാർത്ഥന സമയത്തും ഹാർമോണിയം എടുക്കും? അത് വെച്ചിട്ടാണ്. അപ്പം വീട്ടിൽ ആരൊക്കെ പാടും? എല്ലാവരും പാടും എന്ന് പറയുമ്പോൾ? എല്ലാവരും പാടും, അപ്പനും അമ്മയൊക്കെ പാടും. അല്ലേ? ഭയങ്കര വലിയ പാട്ടുകാരല്ല, ശ്രുതി താളമൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാശിക്ക് പാടും. എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ 10 മക്കൾ. 10 മക്കൾ. ഞാൻ 10ാമൻ അല്ലേ? പിന്നെ ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ റിലീജിയസ് ഫീൽഡിലേക്ക്, വൈദിക ഫീൽഡിലേക്ക്? എൻ്റെ ചേട്ടൻ്റെ മകൻ ഫാദർ ബിജു തട്ടാരശ്ശേരി ഇപ്പൊ ചിറ്റൂർ പള്ളി വികാരിയാണ്. അവിടെ ഉണ്ടല്ലേ? അച്ഛൻ പാടുമായിരിക്കുമല്ലോ? അച്ഛനും പാടും. അച്ഛൻ ക്ലാസിക്കിലേക്ക് വന്നത് ഇത് കുഞ്ഞിലെ തൊട്ട് സെമിനാറിൽ KV ജോബ് സാറ്, അല്ലിയാമ്പൽ കടവിൽ നിന്നുള്ള പാട്ട് ചെയ്ത KV ജോബ് സാർ ഞങ്ങളുടെ സെമിനാരിയിൽ പഠിപ്പിക്കാൻ മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യം സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. സെമിനാരി വന്നിട്ടാണ് ക്ലാസിക്കലായിട്ടുള്ള പഠനങ്ങളൊക്കെ? അതെ, ക്ലാസിക്കലായിട്ട്. നേരത്തെ പാടുമായിരുന്നു. മാത്രമേ പഠിച്ചുള്ളൂ? അതല്ലാതെ പിന്നെ കോളേജിലൊക്കെ അല്ലെങ്കിൽ വേറെ? അതിനുശേഷം അച്ഛനായി കഴിഞ്ഞപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറ സെന്റ് ജോസഫ് പള്ളിയിൽ വികാരിയായിട്ട് വന്നു. തൃപ്പൂണിത്തുറ പട്ടം ഏത് വർഷമായിരുന്നു? പട്ടം 1993 ജനുവരി 26. എന്നിട്ട് തൃപ്പൂണിത്തുറ പള്ളിയിൽ വികാരിയായിട്ട് വന്നപ്പോൾ അത് അവിടെ 150 അമ്പലങ്ങളുണ്ട്, ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ആളുകളൊക്കെ എഴുന്നേക്കുന്നത് തന്നെ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് രാഗാധിഷ്ഠിതമായ പാട്ടുകൾ കേട്ടാണ്. അപ്പൊ ഞാൻ കരുതി അതെ അതെ തൃപ്പൂണിത്തുറ എങ്ങനെയാണല്ലോ, ചുറ്റും അമ്പലങ്ങളുണ്ട്, സാംസ്കാരിക കേന്ദ്രമാണ്. അപ്പൊ എൻ്റെ ഇടവചനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് ദൈവവചനം നൽകാനും ക്രിസ്തീയ ആത്മീയത നൽകാനും ഉള്ളൊരു ശ്രമം. ഇതുപോലെ ഭജൻസ് ആലപിച്ചുകൊണ്ട് വെളുപ്പിന് 4 മണിക്ക് തുടങ്ങുമായിരുന്നു. ഞങ്ങൾ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി ഭജൻസ് ആലപിക്കും പള്ളിയിൽ വെളുപ്പിന് 4 മണിക്ക് തന്നെ, മുമ്പായിട്ട് വെളുപ്പിന്. അതൊരു ധ്യാനഗുരുക്കന്മാരൊക്കെ പറയുന്നില്ല, ദൈവം ഏറ്റവും കൂടുതൽ സന്നിഹിതനായിരിക്കുന്ന സമയമാണ്. നിങ്ങൾ രാവിലെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കരുണക്കൊന്ത ചെല്ലണം. അതൊക്കെ പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും അല്ലലില്ലാത്ത സമയമാണ്. ആ ആരാധനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 പ്രത്യേകതകളാണ്. ഒന്ന്, ദിവ്യകാരുണ്യ സാന്നിധ്യം. ഏറ്റവും വലിയ ദൈവിക സാന്നിധ്യമാണത്. അതിലും വലിയൊരു ദൈവിക സാന്നിധ്യമില്ല, ദിവ്യകാരുണ്യം. എഴുന്നള്ളിച്ചു വയ്ക്കും ആദ്യം. എഴുന്നള്ളിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ പ്രത്യേകത, അത് ഏറ്റവും നല്ല സമയമാണ്, അല്ലല്ലാത്ത സമയം. മൂന്നാമത്തെ പ്രത്യേകത, ശുദ്ധ സംഗീതത്തിലുള്ള ഭജൻസാണ്, കർണാടക ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള. അപ്പോൾ അവിടെ വെച്ച് ഞാൻ വീണ്ടും ഡീപ്പായിട്ട് സംഗീതം പഠിക്കാൻ തുടങ്ങി. എന്നാലും ഇതൊന്നും കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. അപ്പം അതായത് ആരാധന തുടങ്ങുന്ന സമയം ഒരു 4 മണിയാകുമ്പോൾ ആരാധന എഴുന്നള്ളിച്ചു വയ്ക്കും. വയ്ക്കും. എന്നിട്ട് അച്ഛനും ഒരു സംഘം ഉണ്ടാവും ഇതുപോലെ.
ദിവ്യഗാനത്തിന് മുമ്പിൽ അവരെല്ലാവരും പാട്ട് പഠിക്കുന്നവരാണ്. ആ എത്ര മണിക്കൂർ അപ്പോൾ? 6 മണി വരെ. 2 മണിക്കൂർ. 2 മണിക്കൂർ. 6 മണിക്ക് കുർബാന. ഗാനപൂരിതമാണ്. അത് മാസാദ്യ കൂടുതലല്ലേ ഭജൻസാണ്. ഭജൻസ് ആലപിച്ചുകൊണ്ട് ഒരാൾ പാടിക്കൊടുക്കും, അടുത്ത ചുറ്റൂരിക്കുന്നവർ ഏറ്റുപാടും. നമുക്കൊരു ഭജൻ പാടിയല്ലോ. പെട്ടെന്നൊരു എനിക്കും കൂടെ ഏറ്റുപാടാന്നല്ലേ, നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളും ഒക്കെ എനിക്കത് അച്ഛൻ പാടിത്തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പാടാം. ദർബാരി കാനഡ രാഗത്തിലുള്ള. നേരത്തെ പാടിയത് ഏത് രാഗമായിരുന്നു? തുടക്കം രേവതി രാഗം. രേവതി സുന്ദരായിരുന്നു കേട്ടോ, വളരെ. ഇടയാ നല്ലിടയാ. ഒത്തിരി പാട്ടുകൾ ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ അല്ലേ? ഒരുപാട് പാട്ടുകളില്ല. രാഗങ്ങളിൽ ആദ്യം ഉണ്ടായ രാഗമാണ് എന്നൊരു അഭിപ്രായമുണ്ട്. രാഗങ്ങളിൽ ആദ്യമുണ്ടായ രാഗമാണ് രേവതി അല്ലേ? അതായത് അങ്ങനെ ഈ പർവ്വതങ്ങളുടെ മുകളിലാണുള്ള മഹർഷിമാർ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ഒരു രാഗമാണ്. നീസാരി നിസരി നിരീസ നീസാരി സ നീസാരി സ നീസാരി. അങ്ങനെ ഒരു പർവ്വതത്തിൽ നിന്ന് മറ്റൊരു മലയിലേക്ക്. അതൊരു പ്രഭാതത്തിന്റെ സംഗീതവും താളവും കൂടിയാണ് അല്ലേ? അതെ അതെ. സരിഗ മപദ നിസ സാദ നിപ മപനി പദ മരി സ ക്രൂശിത രൂപന സ്നേഹസ്വരൂപന മനസ്സിൽ നീ വരണേ ദേവാ ദേവാ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. തിരുവത്താഴത്തിൽ ദിവ്യമുഹൂർത്തമാ മനസ്സിൽ നീ വരണേ ദേവ, മനസ്സിൽ നീ വരണേ. തിരുവത്താഴത്തിൽ ദിവ്യമുഹൂർത്തമാ മനസ്സിൽ നീ വരണേ ദേവ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, 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 എൻ മനസ്സിൽ നീ വരണേ. മൃതിയെ തോൽപ്പിച്ച്
വീണ്ടും ഉയർത്തൻ്റെ മനസ്സിൽ നീ വരണേ ദേവ, മനസ്സിൽ നീ വരണേ. മൃതിയെ തോൽപ്പിച്ചു വീണ്ടും ഉയർത്തൻ്റെ മനസ്സിൽ നീ വരണേ ദേവ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ ദേവാ, ദേവാ, യേശുദേവാ, കാരുണ്യസിന്ധോ, ഓ മനസ്സിൽ നീ വരണേ. ജോസഫ്, ഈ ശരിക്കും ഇപ്പം ഭജൻ നിന്ന് പോയിട്ടുണ്ടല്ലേ ഒരു സമയങ്ങളിൽ? ഞാനൊക്കെ സെമിനാരി വരുമ്പോൾ രാവിലത്തെ ധ്യാനത്തിൻ്റെ മെഡിറ്റേഷൻ സമയങ്ങളിൽ മെഡിറ്റേഷൻ്റെ ഒരു ഭാഗം ഭജനായിരുന്നു. എന്തോരം ഭജനായിരുന്നു. ഞങ്ങൾക്കൊരു ജോസഫ് പാലക്കലേച്ചനുണ്ട്, അറിയായിരിക്കും അല്ലേ? പാലക്കലേച്ചൻ സീവുമായി പച്ചൻ പുറത്താണ്. ഒത്തിരി ഭജനൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ പോലും ഇങ്ങനെ കുറച്ച് ഈ ദൈവത്തിൽ ലയിക്കാനായിട്ട് ഭജനുള്ളൊരു സാധ്യത വളരെയേറെ. ധ്യാനം ഒത്തിരി ഭജന അച്ഛൻ ചെയ്തിട്ടുണ്ടല്ലേ? അച്ഛനായിട്ട് എഴുതിയ ഭജനൊക്കെ ഉണ്ട്. ഒരു 10-20 ഭജൻസ്. അത് അച്ഛൻ്റെ ആദ്യം പാടിയത് എൻ്റെ ഭജനാണ്. നമ്മൾ തുടക്കം അല്ലേ? സുന്ദരം. നല്ല നമ്മുടെ മണ്ണിൻ്റെ മണവും രുചിയുമുള്ള ഭാവങ്ങളാണല്ലോ. അതെ അതെ. അപ്പോൾ നമ്മളുടെ തീർച്ചയായിട്ടും നമ്മുടെ സംഗീതമാണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സംഗീതം 8-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയാലും 18-ാം നൂറ്റാണ്ടിൽ അത് സ്ഥിരീകരിച്ച ഗ്രിഗോറിയൻ ചാൻഡാണ്. അത് നമ്മൾ വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ സ്വന്തം മണവും രുചിയും ഒക്കെയുള്ള ഈ തനതായ ഒരു വ്യക്തിത്വമുള്ള ഈ രാഗങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഒരു ദൈവാനുഭവമാണ്. അച്ഛനത് അനുഭവപ്പെട്ടു. ഉറപ്പായിട്ട്. കാരണം നമ്മുടെ രക്തത്തിലുള്ള സംഗീതം ഇതാണ്. അതെ അതെ. അച്ഛാ, സംഗീതത്തിന്റെ അടുത്ത വഴികളിലൂടെയൊക്കെ ഒന്ന് പറയുക വെച്ചാൽ, പിന്നെ ഉള്ള പഠനവും അല്ലെങ്കിൽ അതുമായിട്ട് പഠനം എനിക്ക് നല്ല, നമ്മുടെ ഭാരതത്തിൽ തന്നെ ടോപ്പ് ആർട്ടിസ്റ്റായിരുന്ന NP രാമസ്വാമി എന്ന് പറയുന്ന ഒരു സാറിൻ്റെ അടുത്ത് പഠിക്കാൻ എനിക്ക് 5 കൊല്ലം പഠിക്കാനുണ്ട്. മട്ടാഞ്ചേരി NP രാമസ്വാമി. ഓക്കെ ഓക്കെ. സാറിൻ്റെ അടുത്ത് ചെന്ന്, സാറ് ഒരു ദൈവിക മനുഷ്യനാണ്. ദൈവത്തെ എപ്പോഴും കാണാനായിട്ട് ആദ്യം ചെല്ലുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്നുകൂടി? NP രാമസ്വാമി. അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്, ഇപ്പോൾ സ്വർഗത്തിലാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ആഴമേറിയ വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ആകെ ഉണ്ടാകുന്ന ദൈവമാണെന്ന് ആ ദൈവാനുഭവം നമ്മളിലേക്കും പകരും ഇതുവഴിയായിട്ട്. അങ്ങനെ അദ്ദേഹമാണ് എന്നെ കൂടുതൽ പഠിപ്പിച്ചു തന്നു. കഷ്ടപ്പെട്ട് ശ്രുതി സ്ഥാനങ്ങളൊക്കെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, കുറച്ചില്ലേ. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ നന്മയുള്ള മനസ്സിന് സമയത്ത് ഓർക്കുകയാണ്. എനിക്കത് വരാപ്പുഴ അതിരൂപത സംഗീതത്തിന് വലിയൊരു സ്ഥാനം നൽകുന്നു. CAC ഒക്കെ. അതെ അതെ. എൻ്റെ കൂടെ വന്നിരുന്ന ഫാദർ ടൈറ്റസ് കുരിശ് വീട്ടിൽ, അദ്ദേഹം CAC ഡയറക്ടറാണ്. ഇപ്പോഴത്തെ ഡയറക്ടർ. ഞാൻ ഇതിനു മുമ്പ് ഡയറക്ടറായിരുന്നു. എനിക്ക് അവിടുത്തെ പിന്നെ സ്റ്റുഡിയോ ഒക്കെ നല്ല കംഫർട്ട്. അതെ അതെ. എനിക്ക് തോന്നുന്നു ഒരുതപ്പെട്ട എല്ലാ സംഗീത ഉപകരണങ്ങളും പഠിപ്പിക്കുകയും സംഗീതം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ.
ആശീർഭവനും അല്ലേ? ആശീർഭവനും. അതിനെ പറ്റി ഒന്ന് പറയാം. CSC വരാപ്പുഴ അതിരൂപതയുടെ ഒരു അഭിമാനം കൂടിയാണല്ലോ. അതെ അതെ, ഒരു സെന്റർ. നമ്മുടെ കലാഭവൻ പോലെ കലാഭവൻ അതിനുശേഷം 1975 തുടങ്ങിയതാണ് വരാപ്പുഴ അതിരൂപതയുടെ മ്യൂസിക് മീഡിയ സെൻ്ററായിട്ടുള്ള CSC, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. നമ്മുടെ ചിത്ര, അതുപോലെ പാട്ടുകാരി ചിത്ര, അതുപോലെ അഫ്സല്, മിൻമിനി, ഇവരൊക്കെ അവിടുന്ന്, എലിസബത്ത് രാജു, ഇവരൊക്കെ അവിടുന്ന് വളർന്നു വന്ന. പിന്നെ നമ്മുടെ ഭാരതത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ വയലിനിസ്റ്റ് ആയിട്ടുള്ള റെക്സ് മാസ്റ്റർ, CSCയുടെ, ഇവരെല്ലാവരും ആദ്യം കലാഭവനിലായിരുന്നു. അതിനുശേഷം CSC തുടങ്ങിയതാണ്. CSCയിൽ നിന്നുള്ള ഒത്തിരി കലാകാരന്മാർ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത അച്ഛൻ്റെ ഒരു ഭജനിലേക്ക് പോലെ അത്ര 10-20 ഭജന അച്ഛൻ എഴുതിയിട്ടുണ്ട്. നമുക്കത് അച്ഛൻ ഇഷ്ടപ്പെട്ട അച്ഛൻ എഴുതിയ അച്ഛൻ്റെ ഒരു ഭജന ഏതാ? ഇപ്പൊ ഈ അടുത്ത് ഞാൻ CSC ഡയറക്ടറായിരുന്ന സമയത്തെ. അച്ഛൻ CSC ഡയറക്ടറായിരുന്നു? എത്ര വർഷത്തോളം? ഞാൻ 1 വർഷം. അത് ഈ ടൈറ്റസ് അച്ഛന് മുമ്പാണോ? അതിനു മുമ്പ്. അത് ശരി. ആ സമയത്ത് എനിക്ക് ജനങ്ങളെ ഇടവകയിൽ, വലിയ തിരക്കുള്ള ഇടവകയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജനങ്ങളൊന്നും കാണാതെ അങ്ങനെ ആകെ സങ്കടപ്പെട്ടു. അവിടെ ഒരു കൊച്ചു ചാപ്പലുണ്ട്. അപ്പം ആ ചാപ്പലിൽ ചെന്നിരുന്ന് കരഞ്ഞുകൊണ്ട് കുറേ വരികൾ എഴുതി. അപ്പോൾ അതൊരു ഭജനായിട്ട് വന്ന് നമ്മുടെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് വന്ന ഭജന. അതെ അതെ, ചക്രവാകം രാഗമാണ്. സൃഷ്ടിസ്തുതി സംഹാര വൈഭവമേ, പിതാവ ദൈവമേ, നമോസ്തുതേ നമോസ്തുതേ നമോസ്തുതേ. കാരുണ്യത്തികവാ യേശുദേവാ, സർവലോകരക്ഷക നമോ നമഃ നമോ നമഃ നമോ നമഃ. സർവസ്നേഹസമ്പന്ന പരിശുദ്ധാത്മാവേ, ആത്മദർശനജ്ഞാനമേ, നമോ നമഃ നമോ നമഃ നമോ നമഃ. കരുണക്കടലേ യേശുവേ, ആയിരമാരാധന. കരുണക്കടലേ യേശുവേ, ആയിരമാരാധന. വിണ്ടലനാഥനു ഗീതികൾ പാടിടാ, നന്മ നിറഞ്ഞൊരു ഗാനം പാടിടാ. വിണ്ടലനാഥനു ഗീതികൾ പാടിടാ, നന്മ നിറഞ്ഞൊരു ഗാനം പാടിടാ. ആരാധന 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 യേശുവേ, ആരാധന 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 നാഥനേ. ആരാധന 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 യേശുവേ, ആരാധന 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 നാഥനേ. കാരുണ്യമായി
അങ്ങെൻ്റെ ഉള്ളിൽ നിറവോടെഴുന്നള്ളുമ്പോ ഈ കാരുണ്യമായി അങ്ങെൻ്റെ ഉള്ളിൽ നിറവോടെഴുന്നള്ളുമ്പോ ഉള്ളവുമുള്ളും പുളകം കൊള്ളും ഇനി എൻ്റെ ജീവിതം മാറും അങ്ങേ അജഗണമായി ഞാൻ മാറും ഉള്ളവുമുള്ളും പുളകം കൊള്ളും ഇനി എൻ്റെ ജീവിതം മാറും അങ്ങേ അജഗണമായി ഞാൻ മാറും വിണ്ടലനാഥനു ഗീതികൾ പാടിടാ നന്മ നിറഞ്ഞൊരു ഗാനം പാടിടാ വിണ്ടലനാഥനു ഗീതികൾ പാടിടാ നന്മ നിറഞ്ഞൊരു ഗാനം പാടിടാ ആരാധന 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 യേശുവേ ആരാധന 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 നാഥനേ ആരാധന 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 യേശുവേ ആരാധന 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 നാഥനേ കരുണക്കടലേ യേശുവേ ആയിരം ആരാധന കരുണക്കടലേ യേശുവേ ആയിരം ആരാധന ആയിരം ആരാധന ആയിരം ആരാധന. നല്ല ഫീലുള്ളൊരു പാട്ട്. നല്ല അച്ഛൻ്റെ ശബ്ദമാണ് കേട്ടോ എടുത്തു പറയുന്നത്. അതെന്റെ ചങ്കില ചോരയാണ് ഈ പാട്ട്. പാട്ടും ആരുമില്ലാത്തൊരു സമയത്ത് നമുക്ക് കർത്താവും ഞാനും മാത്രമായിരിക്കുമ്പോഴേ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ഫീൽ രസമായിട്ടുള്ള ഡെപ്താണ് എൻ്റെ അല്ലേ. നല്ല താങ്ക് യു അച്ഛാ, താങ്ക് യു. നല്ല രസമായിട്ടുണ്ട് എൻ്റെ അച്ഛനെ എനിക്ക് പരിചയപ്പെടാനും കൂടുതൽ അടുത്തിരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ വളരെ നല്ലൊരു സമയമായിരുന്നു. അത് നമ്മളും ഒരു ധ്യാന ഒരു ഫീൽഡിലേക്ക് നമ്മൾ പോയതേക്കണേ. അതാണല്ലോ നമുക്ക് ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഷാലോം ടിവിയുടെ ഹെവൻലി മെലഡി സീസൺ 2ൻ്റെ ഈ ഒരു എപ്പിസോഡ് അതൊരു വളരെ ദൈവാനുഭവം നിറഞ്ഞതാണെന്ന് അല്ല ഇത് കണ്ടുകൊണ്ട് നമ്മളുമായിട്ട് പാടി അച്ഛൻ ഇവിടെ തന്നിരുന്ന വരികളിലൂടെ ആ ഭജനിലൂടെ എനിക്ക് ഉറപ്പാണ് നമുക്ക് പാടാതിരിക്കാൻ പറ്റത്തില്ല. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയല്ല, പാടാതിരിക്കാൻ പറ്റത്തില്ല, നെഞ്ചിരുന്നാണ്. പ്രിയപ്പെട്ട ജോസഫ് തട്ടാരശ്ശേരി അച്ഛാ, നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്, പാട്ടുകളുണ്ട്. ഓക്കെ, നമുക്ക് വരുന്ന എപ്പിസോഡിൽ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളുണ്ട്. അച്ഛൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ ചങ്കിലെ ചോരയായിട്ടുള്ള കുറേ ഭജനകളുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ധ്യാനിക്കാം. തമ്പുരാനെടുക്കാനായിട്ട് ഈ നിമിഷം കാരണമായി തീരട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടിവിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി. കരുണക്കടലേ യേശുവേ ആയിരം ആരാധന കരുണക്കടലേ യേശുവേ ആയിരം ആരാധന ആയിരം ആരാധന ആയിരം ആരാധന